നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഫിഫ ലോകകപ്പ് ഖത്തർ ഏറെ ആഡംബരപൂർവ്വം തന്നെ കാഴ്ചവെച്ചു. ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങൾ കടന്നുപോയി. അർജന്റീന ഫിഫ ലോകകപ്പ് ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഇതാ മറ്റൊരു നീക്കത്തിലേക്ക് ഖത്തർ കടക്കുകയാണ്. ഫിഫ ലോകകപ്പിന് ശേഷം ഖത്തറിന്റെ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അതെ, ഫിഫ ലോകകപ്പിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന 10,000-കണക്കിന് ആരാധകരെ വരവേൽക്കുന്നതിനായി ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് മാറ്റിയ 13 എയർലൈനുകളുടെ സർവീസുകൾ 2022 ഡിസംബർ 31, അതായത് ഇന്ന് ശനിയാഴ്ച മുതൽ പ്രധാന എയർപോർട്ടായ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ സർവീസ് പുനരാരംഭിക്കുമെന്ന് HIA വെബ്സൈറ്റ് യാത്രാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത്തിഹാദ് എയർവേസ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, പെഗാസസ് എയർലൈൻസ്, സലാം എയർ, ഹിമാലയ എയർലൈൻസ്, പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ്, ജസീറ എയർവേസ്, നേപ്പാൾ എയർലൈൻസ്, ടാർക്കോ ഏവിയേഷൻ, ബദർ എയർലൈൻസ്, എത്യോപ്യൻ എയർലൈൻസ്, എയർ കെയ്റോ എന്നീ എയർലൈനുകളുടെ സർവീസുകളാണ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് മാറ്റുക. മേൽപ്പറഞ്ഞ എയർലൈനുകൾ 2022 ഡിസംബർ 30 ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇത്തിഹാദ് എയർവേസ് തങ്ങളുടെ വെബ്സൈറ്റിൽ വിമാനത്താവളം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് യാത്രാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2022 ഫിഫ ലോകകപ്പ് ഖത്തറിന് മുന്നോടിയായി ടൂർണമെന്റിനിടെ ആരാധകരുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനായി 13 എയർലൈനുകളും 2022 സെപ്റ്റംബർ 15 ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പ്രവർത്തനം മാറ്റിയിരുന്നു. സിറ്റി സെന്ററിൽ നിന്ന് 15 മിനിറ്റ് മാത്രം, ലോകകപ്പ് സ്റ്റേഡിയങ്ങളിൽ നിന്ന് 30 മിനിറ്റ് മാത്രം യാത്രാ ദൂരമുള്ളതിനാൽ ടൂർണമെന്റിനിടെ ആരാധകർക്ക് സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ ദോഹ എയർപോർട്ടിലേക്ക് സർവീസുകൾ മാറ്റുകയായിരുന്നു. വരുന്നവരും പോകുന്നവരുമായി മണിക്കൂറിൽ 4000 യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത എയർപോർട്ടിലെ ഡിപ്പാർച്ചർ ടെർമിനലിൽ 83 ചെക്ക് ഇൻ ഡെസ്കുകളും 52 ഡിപ്പാർച്ചർ ഇമിഗ്രേഷൻ കൗണ്ടറുകളും 22 ഡിപ്പാർച്ചർ ബോർഡിംഗ് ഗേറ്റുകളും ഉണ്ടായിരുന്നു. അതേസമയം DIAയിലെ അറൈവൽ ടെർമിനൽ 52 അറൈവൽ ഇമിഗ്രേഷൻ കൗണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ചരിത്രപരമായ ഫിഫ ലോകകപ്പ് കിക്ക് ഓഫ് നടന്ന നവംബർ 20 മുതലുള്ള ആദ്യ ആഴ്ചയിൽ തന്നെ 2 വിമാനത്താവളങ്ങളിലായി 7000-ലധികം വിമാനങ്ങളാണ് സർവീസ് നടത്തിയെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഫിഫ ലോകകപ്പ് ഖത്തർ 2022 അവസാനിക്കുന്നതുവരെ മൊത്തം 26,425 വിമാനങ്ങളാണ് ഈ വിമാനത്താവളങ്ങളുമായി സർവീസ് നടത്തിയിട്ടുള്ളത്. യാത്രക്കാരുടെ എണ്ണമാകട്ടെ നിയന്ത്രിക്കുന്നതിനായി 2 വിമാനത്താവളങ്ങളിലും പാസഞ്ചർ ഓവർ ഫ്ലോ ഏരിയകൾ അധികൃതർ ഒരുക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഫാൻ സോണുകൾ പോലെയായിരുന്നു ഇവയും. ഈ പ്രദേശങ്ങളിൽ റോമിംഗ് പരേഡുകൾ, ലൈവ് പ്രതിമ, ഭക്ഷണപാനീയ ഔട്ട്ലെറ്റുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ, നിശബ്ദ മേഖല, ഗെയിമിംഗ് സോൺ, കുട്ടികൾക്കുള്ള ഫുട്ബോൾ പിച്ചുകൾ, ലഗേജ് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം, നഷ്ടപ്പെട്ടതും കണ്ടെത്തിയതുമായ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡെസ്ക്, ഫ്ലൈ ഇൻഫർമേഷൻ സ്ക്രീൻ, സൗജന്യ വൈഫൈ ഏരിയ എന്നിവ ഉൾപ്പെടുകയാണ്. ലോകകപ്പിന്റെ 64 മത്സരങ്ങൾ കാണുന്നതിനായി 34 ലക്ഷത്തിലധികം ആരാധകർ ഖത്തറിലെത്തിയെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഏറെ മാറ്റങ്ങളാണ് സൗദി അറേബ്യ ഫിഫ ലോകകപ്പിനായി ഒരുക്കിയത്. അതിനാൽ തന്നെ ഇനി വരുന്ന മാറ്റങ്ങളും യാത്രക്കാർക്ക് സുഖകരമാകുന്ന രീതിയിൽ മാറ്റുക തന്നെ ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.